എണ്ണയൊക്കെ ചൂടായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ട്രയൽ നോക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ട്രയൽ നോക്കാമെന്ന് പറഞ്ഞത്. വേറെ വയറിന് വേറെ ഏനക്കാൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. മഴയും കൂടെ പെയ്യുമ്പോഴാണെങ്കിൽ കുറയ്ക്കാൻ കൂടുതൽ നല്ലതാണ്. ഞാൻ ചിലപ്പോൾ പോയെന്നിരിക്കും. നല്ലതായിരിക്കും. ഒരു സ്പെഷ്യൽ സാധനം. എങ്ങനെയുണ്ട്? ഹലോ, എല്ലായിടത്തും നല്ല മഴയാല്ലേ. മഴ രാവിലെ തൊട്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചന്നം പിന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും അപ്പോൾ സേഫായിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ പരിപാടി എന്താണെന്നറിയോ, മഴ പെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ കുട പിടിച്ചിറങ്ങും അവധിയുള്ള ദിവസങ്ങളിൽ കേട്ടോ. പക്ഷേ എനിക്ക് എത്ര എടുത്തിട്ട് തൃപ്തിയാവുന്നില്ല. ഞാൻ വിചാരിച്ച പിക്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ പറയണേ. അപ്പം ഞങ്ങളെ മഴയത്ത് കുറിക്കാൻ പറ്റിയ ഒരു ചറപറ കുറിച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഐറ്റം ആദ്യമായിട്ടാണ് ചെയ്യണേ, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഉണ്ടാക്കണില്ല. മിക്സറും എല്ലാ ഐറ്റവും ഞാൻ ചെയ്യുമ്പോൾ കുറച്ചല്ലേ ചെയ്ത് നോക്കാറുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ. അതാ അപ്പൊ നമുക്ക് വറുത്ത അപ്പത്തിന്റെ പൊടി എടുത്തു, ഡേ 3/4 കപ്പ് കുഴക്കാനായിട്ട് ഇതിലേക്ക് വെക്കുക കേട്ടോ. 1/2 കപ്പ് കടലമാവ് ഈ കപ്പിന് തന്നെ കേട്ടോ. വീട്ടത്തേക്ക് ഇറങ്ങുമ്പോ ചളവള, മൊത്തം ചളവള. പെയ്യണ മഴയ്ക്ക് തുള്ളികൾക്ക് ഖനം കൂടുതലായിരുന്നു. അതെ 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 അതെ. ഇച്ചിരി കൂടി ഇരുന്നോട്ടെ, എന്തിനെങ്കിലും വേണ്ടി വേണം. ഇവിടുന്ന് മാർഗിനിനും മേടിക്കും. ഇത് മാർഗിനിയാ. ഞാൻ ലുലുവിന് മേടിച്ചോണ്ടെന്ന് എനിക്ക് തോന്നി കാലപ്പഴ കൈന്നോർത്ത് ഞാൻ ഇച്ചിരി ഇരുന്നത് കളഞ്ഞു. കുറച്ചായി മേടിച്ചിട്ട്, അതല്ല കുറച്ചായി അത് മേടിച്ചിട്ട്. അത് ലൂസായിട്ട് പാക്ക് ചെയ്ത് നീ കൊണ്ടുവന്നില്ലേ ലുലുവിന്റെ പാക്കറ്റിൽ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ അത് ഉപയോഗിച്ചാൽ പിന്നെ എന്നാണെങ്കിലും ചെയ്യാറില്ല. ഭക്ഷണ സാധനമല്ലേ ഇത് കണ്ടേ. 1 കപ്പ് തന്നെ എടുക്കണം അല്ലേ? 1 കപ്പല്ല, ഏതാണ്ട് 1/2 കപ്പ്. മറ്റേത് 3/4 കപ്പുണ്ട്. സെയിം അളവല്ല കേട്ടോ ഞാൻ എടുത്തേക്കണേ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇത്ര വേണമെന്നൊന്നുമില്ല. കടലമാവിന്റെ ടേസ്റ്റ് എന്തായാലും വേണം ഇതിന്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. ഇപ്പൊ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്തേച്ച് കുഴച്ചാൽ പോരെ. ആവശ്യത്തിനുള്ള ഉപ്പ് മതിയാവും. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് നോക്കിയേച്ച് ചേർക്കാം. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെയും പൊടി ചേർത്ത് പിന്നെ അത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി അധികം ചേർക്കണില്ല കേട്ടോ, കാരണം ചുമപ്പുരാശി കണ്ടമാനായി പോകും. ഇച്ചിരി മുളക് പൊടി. ബിരിയാണല്ലേ? ബിരിയാണി അതല്ല, ചുമപ്പുരാശി ഇന്നാളെ ഏതാണ്ട് മിക്സറിന് കണ്ടമാനം ചുമപ്പായി പോയി. ഇച്ചിരി അധികം ഇട്ട് പോയായിരുന്നു. അതിന്റെ ആവശ്യമില്ല. അല്ല അത്ര അതിന്റെ ആവശ്യമില്ല. ഏതിനും ഒരു കണക്ക് വേണ്ടേ നമുക്ക്. ഇച്ചിരി മഞ്ഞപ്പൊടി കേട്ടോ, ഇച്ചിരി മഞ്ഞപ്പൊടി. ഉപ്പുമ്പള് ചേർത്തല്ലോ അല്ലേ? ഉവ്വ, ഇത് മതി. മഞ്ഞപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുവാണേ. കുരുമുളക് പൊടി. ഇനി ഇച്ചിരി കായപ്പൊടി. കായം കൂടുതൽ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാൻ കേട്ടോ. അതെ, ഞാൻ ഇത്രേ ഇടണുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ കസ്റ്റഡിയിലുള്ള ഇൻഗ്രീഡിയൻസ്. അല്ല നമ്മൾ ചേർക്കണത് കേട്ടോ. ഇനിയുണ്ട് ഇച്ചിരി ബട്ടർ ചേർക്കണം. ബട്ടർ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച്. ബട്ടർ വേണം, രണ്ടിനും 2 രീതിയാ ബട്ടർ ചേർക്കേണ്ടത്. അപ്പം ഇച്ചിരി ചേർത്തേച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് വേറൊരു സംഭവം. ഉച്ചത്തെ കറികളിൽ കാണിക്കാം. ബട്ടർ. ഇനി നമുക്ക് സാധാ വെള്ളം കേട്ടോ ഒഴിച്ച് സ്വല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഞാൻ പറഞ്ഞില്ലേ കൂടിയ പ്രശ്നം. അപ്പം നമുക്ക് എന്നിട്ടത് നന്നായിട്ട് ഈ അടയുടെയൊക്കെ പരുവത്തിന് മിക്സ് ചെയ്തെടുക്കണം. അടയൊക്കെ കുഴക്കുന്ന പാകത്തിന്. കുഴയിലാണ് കാര്യം. നമ്മൾ മിക്സർ ഉണ്ടാക്കിയപ്പോൾ ചെയ്തില്ലേ സെയിം. പൊടികൾ 2 കൂടെ. ഇനി വെള്ളം ഒഴിക്കാം കേട്ടോ. ഇച്ചിരി കൂടെ ഒഴിച്ചേച്ച് കുഴച്ച് നോക്കാം. ആയിട്ടുണ്ടാവൂല എങ്കിലും. നീ പറഞ്ഞ പോലെ ചപ്പാത്തി മാവ്, പൂരിയുടെ അട, കോഴിക്കോട്ട ഇടിയപ്പം, ഇതിൻ്റെയൊക്കെ ഓരോ ഉണ്ട അങ്ങനെ സെവനാഴിലേക്ക് വെച്ചേച്ച് നമുക്ക് പിഴിഞ്ഞ് ഞെക്കി വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ ആട്ടോ ഉപയോഗിക്കണം. അപ്പം നമുക്ക് ഒരു ഇച്ചിരി സമയം ഒന്ന് ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് സെവനാഴിയൊക്കെ റെഡിയാ. ചിഞ്ചട്ടിയും ഇരുമ്പ് ചിഞ്ചട്ടി ആയിട്ട് എടുക്കണേ. അയൺ കടായി അല്ലേ, അതിൽ ചെയ്യാം. അതാകുമ്പോൾ കട്ടിയുണ്ടല്ലോ. കാണിക്കണ്ടല്ലോ, ഇതാ പരുവം. അടച്ചു വെക്കാം. ഏറ്റെടുത്തുണ്ട്. ഇതേ മാവ്. മാവ്
5 മിനിറ്റ് ഇരുന്നു. 5-6 മിനിറ്റ് ഇരുന്നു തോന്നുന്നു. ഇച്ചിരി എണ്ണ സൈഡിൽ കൂടെ ഒക്കെ തൂയിട്ടോ വിട്ടു പോരാൻ വേണ്ടിയാ. എന്നിട്ട് ഇച്ചിരിയോടെ നമുക്ക് ഇടാം ഇതിലേക്ക്. അങ്ങനെ കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ, അന്നേരം പിന്നെ പീച്ച പോരാൻ ചിലപ്പോൾ പാടാവും. കുത്തി നിറച്ച ഡേ നമുക്കൊന്ന് നോക്കാൻ ഇതില്ല. ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നോക്കാന്ന് പറഞ്ഞ. അടിയിലിരിക്കുന്ന ഷേപ്പ് വീണ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഈ ഷേപ്പ് വര പോലെ അത് വീണ് കഴിയുമ്പോൾ കാണാം. ഇനി നമുക്ക് ഇതിൽ എണ്ണ പറ്റുമെന്ന് തോന്നും. ഇതിൽ തൂത്തില്ല എണ്ണ, ഇവിടെ ഇച്ചിരി എണ്ണ തൂക്കണം. ഇതിലേക്ക് ഇതായി കിട്ടാൻ ഞാൻ കാണിച്ചു തരാം. കയ്യിൽ എടുത്തേച്ച് കാണിക്കാം കേട്ടോ. ഇതൊക്കെ ന്യൂജന് വേണ്ടിയാട്ടോ. ഇതൊക്കെ പഴമയുള്ളവരും പ്രായമുള്ളവരും ഒക്കെ ചെയ്യണത്. ഇതൊക്കെ വിട്ടുപോരാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. പിന്നെ പുതിയ പിള്ളേർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ അറിയാൻ. അത്രയ്ക്ക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ചിഞ്ചട്ടി കഴുകി വെച്ചതിന് വെള്ളം ഉണ്ടതാ. കൂടി വയ്ക്കണോ? വേണ്ട. എണ്ണയൊക്കെ ചൂടായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ട്രയൽ നോക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ചെയ്യണ കേട്ടോ, അതുകൊണ്ടാണ് ട്രയൽ നോക്കാന്ന് പറഞ്ഞ. ചെയ്യുവാണ്. സെറ്റാണല്ലോ. അടിപൊളി. ഇത് എന്നാ ട്രയൽ ഇപ്പൊ നോക്കാനുള്ളത്? പിന്നല്ല, കറക്റ്റാട്ടോ. വെള്ളമൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പരുവത്തില് പോകുന്നത് അല്ലേ. മീതയ്ക്ക് മീതയാ വീഴുന്നു. അത് നമുക്ക് മറിക്കുമ്പോൾ ശരിയാവുമായിരിക്കും. അതെനിക്ക് തോന്നുന്നു ഈ 4 എണ്ണ ഇതുണ്ട്, അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓരോന്നെയാണെങ്കിൽ കറക്റ്റായിട്ട് വീഴും. ഇത് മീതയ്ക്ക് മീതെ വീഴുന്ന ഇതിലിരിക്കട്ടെ. നമുക്ക് മറിക്കാറാകുമ്പോൾ മറിക്കാം. ഒറ്റ കട്ടയായിട്ട് കിടക്കണത് കൊണ്ട് നമുക്ക് ഈ ഇതുകൊണ്ട് അങ്ങ് മറിക്കാട്ടോ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പൊടിക്കാം. അല്ല പോരണേന്നല്ല, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, അതില് 4 ഹോളുണ്ട്. അത് ശരിക്കും 2 ഹോള് മതി അതില്. അങ്ങനെയാകുമ്പോ ഇങ്ങനെ വിട്ട് വിട്ട് കിടന്നേനോ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോ. ഇത് 4 ഹോളാകുമ്പോ മീതയ്ക്ക് മീതെ കിടക്കും. അതാ വിട്ട് വിട്ട് പോലുണ്ട്. ഇനി മറ്റേ ഭാഗം വേവണം, അത് ശരിയാവില്ല. ഒന്ന് വരും പുറത്ത്. മറഭാഗം ഇത് മാത്രമേ വേണ്ടത്തുള്ളൂ. കോരുവാണേ. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചുമപ്പ് മുളക് പൊടി അത് ഇടാത്തോണ്ടാട്ടോ ചുമപ്പരാശി വരാത്ത. നിങ്ങളോട് പറഞ്ഞല്ലോ, മറ്റേ മിക്സർ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ചുമപ്പ് കൂടിപ്പോയി. ഞങ്ങൾ ഇച്ചിരി മഞ്ഞപ്പൊടി മാത്രം, ആ മുളക് പൊടി നിങ്ങളെ കാണിച്ചത് മാത്രമാട്ടോ ഇട്ടത്തുള്ളൂ. ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ പാകത്തിന് ഞാൻ കോരി ഇനി ഇച്ചിരി ഒന്ന് മൂക്കും. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞെരിഞ്ഞൊരു കാണിക്കാം കേട്ടോ. കോരി വെച്ച് അടുത്ത ട്രിപ്പ് ഇടട്ടെ കേട്ടോ. എണ്ണ കാഞ്ഞി കിടക്കൂല, അടുത്ത ട്രിപ്പ് ഇടാം നമുക്ക്. ക്രിസ്പിയാ. സെക്കൻഡ് ട്രിപ്പാണ്. ഈ പരുവത്തിൽ എടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ഇരുന്നൊന്ന് മൂക്കും. അതുകൊണ്ടാണ് വരാത്തതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ. കാരണം മുളക് പൊടി ഏതും ചേർത്തില്ല. സ്വല്പം മുളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തേക്കണം. പിന്നെ കായപ്പൊടി ഉപ്പ. അതുകൊണ്ടാട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കണത് കാരണേ ഒരു മായോ ഇല്ല. അതെ, ശുദ്ധമായ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ രുചി. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ്. ഇച്ചിരി കായപ്പൊടി, വാങ്ങിച്ച കായപ്പൊടിയാണ് മാത്രം. ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ. ഉപ്പും വാങ്ങിച്ചതാ. കടലമാവും വാങ്ങിച്ചതാ. അതെ, കടലമാവ് വാങ്ങിച്ചത്. അയ്യോ, അത് പറയാൻ മറന്നുപോയിട്ടോ. അരിപ്പൊടിയും വാങ്ങിച്ചതാ. വാങ്ങിച്ചത് അല്ലെങ്കിൽ അത് പ്രശ്നം അല്ലേ. വേറെ വയറിന് വേറെ ഏനക്കാൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ. കളറ് പോലും ഇല്ല. ഇരുന്ന് കഴിഞ്ഞപ്പോ കണ്ടോ ഇതിന്റെ കളർ നല്ല ഡാർക്ക് ആയത്. ഈ ഒരു പരുവത്തിലാട്ടോ നമ്മൾ കോരി എടുക്കണത്. പൊടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചുമപ്പ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പൊ ഈ പരുവത്തിൽ ഞങ്ങൾ കോരി. നീ പറഞ്ഞല്ലോ, ദേ ഞാൻ ഒരെണ്ണം തിന്ന് നിങ്ങളെ കാണിക്കാം. ശബ്ദം കേട്ടല്ലോ. നീ കേൾപ്പിച്ചേ. തിന്നുകൊണ്ടേ ഇരിക്കും നമ്മള്. ഇളക്കട്ടെ. നല്ലതാ, നല്ല രുചിയാ. പിള്ളേർക്കൊക്കെ
കുറിക്കാൻ കൊടുക്കാനും പ്രായമായവർക്ക് കുറിക്കാനും ടി വി കാണുമ്പോഴും മാസികകളൊക്കെ വായിച്ച് ഓരോരുത്തരുടെ എന്റർടൈൻമെന്റ് ഓരോ തരത്തിലല്ലേ. അതെ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ള സമയം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഇരിക്കുമ്പോൾ മഴയും കൂടെ പെയ്യുമ്പോഴാണെങ്കിൽ കുറിക്കാൻ കൂടുതൽ നല്ലതാണ്. പിന്നെ ഞങ്ങളെ പോലെ എബവ് 50 ഏജൊക്കെ ഉള്ളവരെ കുറിക്കല് കുറച്ച് കഴിഞ്ഞാൽ ഹെൽത്തിന് നല്ലതായിരിക്കും. എന്റെ അഭിപ്രായം പറഞ്ഞാട്ടോ, ഞാൻ അധികം കുറിക്കാറില്ല. അതുകൊണ്ട് നേരത്തെയൊക്കെ കാവറുത്തതും ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ചക്ക വറുത്തതും കാവർത്താണ് തിന്മറയിൽ കൂടുതലും കപ്പ വറുത്തതും ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. പക്ഷെ 1-2 കൊല്ലമായിട്ട് അങ്ങനെയുള്ള വറവരികളൊക്കെ കുറച്ച് കൺട്രോളിലാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ വേറെ ഇഷ്യൂസ് തുടങ്ങും. അത് കാരണം കൺട്രോൾ ചെയ്താട്ടോ പോണത്. എങ്കിലും കുറച്ചൊക്കെ കഴിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. ലാസ്റ്റ് ഇച്ചിരി വേപ്പില. അമ്മ അടുത്ത പഞ്ചായത്തിലെത്തിയിട്ട് ഞാൻ വിചാരിച്ചു. ഞാൻ ചിലപ്പോൾ പോയിരിക്കുകയാണ് പഞ്ചായത്തിൽ. നമുക്ക് ഈ ഇത് വറ്റൽമുളക് വറക്കണമെന്നുള്ളവർക്ക് വറക്കാൻ ഞാൻ ചേർക്കണില്ല കേട്ടോ. എരിവ് ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ടാ ചേർക്കാത്തേട്ടോ. അതെ, ഫൈനൽ തീർന്നുകൊണ്ടിരിക്കുന്നു. മതി, എരിഞ്ഞു. ഇത് വേണമെങ്കിൽ ഇട്ടാ മതി അല്ലേ? ഇതൊക്കെ താല്പര്യം, ഓപ്ഷണൽ. അതെ, താല്പര്യം പോലെ കേട്ടോ. ഇതിലേക്ക് മാറ്റാം, ബേസിനിലേക്ക്. ഫുൾ തീർന്നു. ബേസിനെ നോക്കിയേ. അടിപൊളി. എണ്ണയൊക്കെ വാർന്നു. ഇടാട്ടോ. ചിലുചിലൂന്ന് കേൾക്കണം. ചിൽ. അമ്മ ഇപ്പൊ കൊറേ ആയോ തിന്നണം. കഴിഞ്ഞു. നല്ല രുചിയാട്ടോ അതിന്. അതാ പറയാതിരിക്കാൻ വയ്യ. ഇതിലിടണോ? വേണ്ട, ഇതിലിട്ടാ മതി. നിങ്ങളെല്ലാവരും ഇതും മസ്റ്റ് ട്രൈ വിഭവമായിട്ടാ പറയുള്ളൂ. ഒരു കുഴപ്പമില്ല. മഴയില്ലെങ്കിലും ഉണ്ടാക്കിക്കോട്ടോ. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കാനായിട്ട്. ഇനി കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്രഷ് ആയിട്ട് ചൂടോടുകൂടി പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ വൈകുന്നേരം വരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ വേഗം റെഡിയാക്കാൻ പറ്റുന്ന സാധനമാണ്. ഈസി ആയിട്ട് കഴിക്കാൻ അങ്ങനെ പറ്റില്ല. ചായയുടെ കൂടെ കുറിക്കാൻ നല്ലതാണ്. അതെ. ഞാൻ ഇതിന്റെ ഇത് വെച്ചേച്ച് വേപ്പിലയും കൂടെ ഇടാം. വറ്റൽമുളക് വറുത്തിട്ടില്ല കേട്ടോ ഞങ്ങള്. അത് വേണ്ട, എരിവായതുകൊണ്ടാ. ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. അതെ, ചിലുന്ന കുറച്ചിങ്ങ മാറ്റാം. എന്നിട്ട് ഇട്ടേ ചിൽ. ചിലപ്പോ ഞാൻ പൊടിഞ്ഞു പോകത്തി പിന്നല്ലേ കാരണം. മതി. പണ്ട് മുറം പാറ്റണ പോലെ. അതെ, ചെയ്യണം. അത് ഈ കൂടുതൽ ഇങ്ങനെ തട്ടുമ്പോഴേ ചിലപ്പോൾ ഈ കനം കുറവല്ലേ, ഇത് ഒടിഞ്ഞു പോകുമെന്ന് എനിക്കൊരു സംശയം. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. മാവിൽ ഉപ്പ് ചേർത്താണല്ലോ ചെയ്യുന്നത്. അടിപൊളി. നമുക്ക് കുപ്പിയിലാക്കാം, ഇട്ട് വെച്ചേക്കാം അല്ലേ? അതെ, അതാ നല്ലത്. സൂപ്പർ. ഇനി ഇതൊക്കെ കഴുകാം. നല്ലതായിരിക്കും. ദേ ഒരു സ്പെഷ്യൽ സാധനം. എങ്ങനെയുണ്ട്? കൊറിക്കാലോ. എങ്ങനെയുണ്ട്? നല്ല രുചിയല്ലേ? എണ്ണം പിടിച്ചിട്ടില്ല. കടലമാവ് അരിപ്പൊടിയും കൂടെയാ. 2-3 കയ്യിൽ പിടിച്ചോ, വീണ്ടും കഴിക്കാൻ തോന്നും. തുടങ്ങണേ ഉള്ളൂ. ഇട്ട് വെക്കാം, എന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാം. അതെ, ഉച്ചത്തേക്കൂടെ. ഓക്കെ, കുപ്പിയിലിട്ടോട്ടെ. കുപ്പിയിലേക്ക് ഇടുക കേട്ടോ. നൈസായതുകൊണ്ട് തീരെ തിന്നല്ലേ. കുറച്ചൊക്കെ താഴത്തേക്ക് വീഴുന്നുണ്ടല്ലേ. കറിവേപ്പിലൊക്കെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ, നമുക്ക് കാണാം.
അടിപൊളി. അടിപൊളി. ഉം. ഇതിപ്പോ കുറിക്കാനെടുക്കാം. ഇത് ഞാൻ മാറ്റി വെച്ചതാ. അത് ഇതിലേക്ക് എടുക്കാട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റെഡി റെഡി മണി. ഓക്കെ.